യെസ് മക്കൾസ്, വെൽക്കം ബാക്ക്. വീണ്ടും മുഞ്ചിത് സാറാണ്. എടാ മക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരുപാട് മക്കൾ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. പല വീഡിയോയുടെ കമൻറ്റിലൊക്കെ കുട്ടികൾ ചോദിച്ചൊരു ഭാഗമാണ് കാർബൺ സൈക്കിള്. മക്കളെ, ഞാൻ ജസ്റ്റ് അതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരുപാട് മൂലകങ്ങളുടെ ആവശ്യമുണ്ട്. ആ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓക്സിജൻ. ഈ ഓക്സിജൻ ഇല്ലെങ്കിൽ നമ്മളൊക്കെ തട്ടിപ്പോവും അല്ലേ? റെസ്റ്റ് ഇൻ പീസ് ആവും. RIP, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പൊട്ടേണ്ട അസ്തഗ്ഫിറുല്ലാഹ്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഓക്സിജൻ നമുക്ക് വേണം. ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരുപാട് മൂലകങ്ങളുണ്ട്. കാർബണ്, നൈട്രജന്, ഫോസ്ഫറസ്, ഇങ്ങനത്തെ ഒരുപാട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അളവിൽ കിട്ടിയിരിക്കണം. എന്നാലാണ് നമ്മുടെ ശരീരത്തിന് വളർച്ച ഉണ്ടാകുള്ളൂ. ചുറ്റുപാടുള്ള നമ്മുടെ ജീവജാലങ്ങൾക്കും കൃത്യമായ വളർച്ചയും വികാസവും ഒക്കെ ഉണ്ടാവുള്ളൂ. റെഡിയല്ല? ഇതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് കാർബൺ എന്ന് പറയുന്നൊരു മൂലകം. റെഡിയല്ലേ? നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് എന്താണ് കാർബൺ സൈക്കിൾ അഥവാ കാർബൺ ചക്രം. റെഡിയല്ലേ? സോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു എജ്യൂപോഡ്. എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് വെക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ് എല്ലാവരും കാണട്ടെ. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. സോ മക്കൾസ്, നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ ഏതുവരെ എന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇനി ഏത് തരത്തിലുള്ള ഇത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് വേണ്ടിയെന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ മക്കൾസ് നോക്കിക്കേ, ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? ജീവജാലങ്ങളുടെ വളർച്ച, ശരീരത്തിൻ്റെ കേടുപാടുകൾ പരിഹരിക്കൽ, പ്രത്യുൽപാദനം എന്നിവയ്ക്കായിട്ട് വിവിധ പദാർത്ഥങ്ങൾ, മൂലകങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഈ ആവശ്യമായ ആൾക്കാരാണ് കാർബണ്, ഹൈഡ്രജന്, നൈട്രജന്, ഓക്സിജൻ എന്നൊക്കെ പറയുന്ന ആളുകൾ. നമ്മൾ ഇവിടെ പഠിക്കുന്നത് പാവപ്പെട്ട 8ാം ക്ലാസ് നമുക്ക് പഠിക്കാൻ എത്ര മാത്രമേ ഉള്ളൂടാ? കാർബൺ മാത്രമേ ഉള്ളൂ. നമ്മൾ വലിയ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ നൈട്രജൻ്റെ സൈക്കിളും പിന്നെ ഹൈഡ്രജൻ സൈക്കിളൊക്കെ പഠിക്കും. റെഡിയല്ലേ? ഇന്ന് നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? അൽഹംദുലില്ലാഹ് ഖൈറില്ലേ? ഒന്ന് പഠിച്ചാൽ എത്രയാണ്? കാർബൺ സൈക്കിൾ മാത്രം. മക്കളെ, നിങ്ങളുടെ മൈൻഡിൽ ഈ ചിത്രം എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. നമ്മുടെ അന്തരീക്ഷത്തിൽ ആകെ കാർബണാ. പക്ഷേ എടാ, അന്തരീക്ഷത്തിൽ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് CO2 എന്ന് പറഞ്ഞാൽ എന്താ? കാർബൺ ഉണ്ട് അല്ലേ? എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ ഒരുപാട് കാർബൺ എന്ന് പറഞ്ഞാൽ അത് ഏത് രൂപത്തിലാണുള്ളത്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ രൂപത്തിലാണ് അന്തരീക്ഷത്തിൽ ആരുള്ളടാ? കാർബൺ ഉള്ളത്. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, സസ്യങ്ങളാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, അത് സസ്യങ്ങളാണ്. ബാക്കി എല്ലാവരും കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂട്ടുകയാണ് ചെയ്യുക. റെഡിയല്ലേ? അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് സസ്യങ്ങൾ കുറക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, സസ്യങ്ങൾ ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് അഥവാ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ സമയത്ത് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കും. ആര് വലിച്ചെടുക്കൂടാ? സസ്യങ്ങൾ വലിച്ചെടുക്കും. റെഡിയല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? കുറച്ച് അളവ് കുറഞ്ഞു. പക്ഷേ ഇതേ സസ്യങ്ങൾ തന്നെ ശ്വസിക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു വിടും. മനുഷ്യന്മാരടക്കമുള്ള ബാക്കി എല്ലാ ജന്തുക്കളും ശ്വസിക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു വിടും. അപ്പോൾ കാർബൺ ഡൈ അളവ് കൂടിയിട്ടോ? വീണ്ടും കൂടിയേ. ഇത് മാത്രമല്ല, ഈ സസ്യങ്ങൾ, ജന്തുക്കൾ എല്ലാവരും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായിട്ട് മാറും? വർഷങ്ങൾ കൊണ്ട് ഫോസിലായിട്ട് മാറും അല്ലേ? എന്താ പറയുക, നമ്മളതിന് ഫോസിലായിട്ട് മാറും അല്ലേ? ഈ ഫോസിൽ നമ്മൾ കൽക്കരി, കോള്, പെട്രോളൊക്കെ ഫോസിലുകളാണ്. ഈ ഫോസിലൊക്കെ നമ്മൾ കത്തിക്കുമ്പോൾ വീണ്ടും എന്തുണ്ടാകുന്നു? ജ്വലനത്തിൻ്റെ ഭാഗമായിട്ട്, കത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും എങ്ങോട്ട് വരും? അന്തരീക്ഷത്തിലോട്ട് വരും. അപ്പോൾ സിമ്പിൾ പോയിൻ്റാണ്, കാർബൺ ഡൈ ഓക്സൈഡ് കുറക്കുന്നത് സസ്യങ്ങൾ മാത്രമാണ് ത്രൂ ഫോട്ടോസിന്തസിസ് അല്ലേ? പ്രകാശ സംശ്ലേഷണം. ബാക്കി എല്ലാവരും ശ്വസനത്തിലൂടെയും കത്തിക്കുന്നതിലൂടെയൊക്കെ എന്താണ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത്. റെഡിയല്ലോ മക്കളെ? സോ നോക്കിക്കേ, അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഉള്ളത് CO2 കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ രൂപത്തിലാണ്. സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെ പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ശ്വസനത്തിലൂടെയും ദഹനത്തിലൂടെയൊക്കെ കത്തിക്കുന്നതിലൂടെയൊക്കെ തിരിച്ച് വീണ്ടും അന്തരീക്ഷത്തിലൂടെ തന്നെ പറഞ്ഞേക്കുന്നുണ്ട്. റെഡിയല്ലേ? ഇവിടെ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഫോസിൽ ഇന്ധനം കത്തിക്കൽ, വനനശീകരണം എന്നിവയൊക്കെ എന്തിന് കാരണമാകുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വർധനയ്ക്ക്, ഇൻക്രീസിന് കാരണമാകുന്നുണ്ട്. റെഡിയല്ലേ? ഈ ഒരു കൺസെപ്റ്റ് റെഡിയായ കുട്ടിക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോക്കിക്കേ, ഐഡൻറ്റിഫൈ റേറ്റ് ദ പ്രോസസ് A and B റെപ്രസെൻറ്റ്.
എയും ബിയും എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്ത് സൂചിപ്പിക്കുന്നത്? മക്കളെ നോക്കിക്കേ, അറ്റ്മോസ്ഫിയറിലുള്ള അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഒരാൾ മാത്രമേ വലിച്ചെടുക്കുന്നുള്ളൂ. അത് ചെടികളാണ്. എന്തിനു വേണ്ടിയിട്ടാടാ? ഫോട്ടോസിന്തസിസ് അല്ലേ, പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടി ഒരാൾ മാത്രമേ വലിച്ചെടുക്കുന്നുള്ളൂ. എന്നാലോ ഈ പ്ലാന്റ്സ് ഇത് വലിച്ചെടുത്തിട്ട് വീണ്ടും പുറത്ത് വിടുന്നില്ലേ? ഏതിലൂടെയാണ്? റെസ്പിറേഷൻ. ആനിമൽസ്, ജന്തുക്കളും പുറത്തുവിടുക ഏതിലൂടെയാണ്? ശ്വസനത്തിലൂടെയാണ്. റെസ്പിറേഷനിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ പുറത്തോട്ടും വിടുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പറയപ്പെട്ട പ്ലാന്റ്സും ആനിമൽസൊക്കെ ഫോസിലായി കഴിഞ്ഞാൽ അത് കത്തിക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പോകുന്നുണ്ട്. സോ നമുക്ക് എയും ബിയും കിട്ടിയിട്ടുണ്ട്. സസ്യ സംരക്ഷണം കാർബൺ സന്തുലിതാവസ്ഥ പരിപാലിക്കാൻ സഹായിക്കുന്നത് എങ്ങനെ? എടാ, പ്ലാന്റിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്താൽ ആ പ്ലാന്റ്സൊക്കെ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് അളവിനെ വലിച്ചെടുക്കും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് എന്ത് ചെയ്യും? കുറയും ഇല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടുമ്പോഴാണ് നമ്മൾ അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്നത്, നമ്മുടെ മൊത്തത്തിൽ പ്രശ്നങ്ങളായി ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനമൊക്കെ ഉണ്ടാവുന്നത്. ഇത് കുറഞ്ഞാൽ എന്തൊരു സുഖം, ഒക്കെ ഹാപ്പിയില്ല, ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുമാത്രമല്ല, ജീവജാലങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തുന്നത് എങ്ങനെ? 2 രീതിയിൽ തിരിച്ചെത്തും. ഒന്നെങ്ങനെയാടാ? ശ്വസിക്കുമ്പോൾ തിരിച്ചു വരും അല്ലേ, നമ്മൾ പുറത്തുവിടുന്ന എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതുമാത്രമല്ല, നമ്മളൊക്കെ ഫോസിലായി കഴിഞ്ഞ് നമ്മളെ കത്തിക്കുമ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും? കാർബൺ അന്തരീക്ഷത്തിൽ തിരിച്ചെത്തുന്നു. സോ ശ്വസനത്തിലൂടെയും ജ്വലനം, കമ്പഷൻ, കത്തിക്കുന്നതിലൂടെയുമാണ് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ വീണ്ടും അന്തരീക്ഷത്തിൽ തിരിച്ചെത്തുന്നത്. റെഡിയല്ലേ? ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഉഷാറായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ചോദിക്കുക കേട്ടോ. റെഡിയല്ലേ? ഇതാണ് എൻ്റെ ID. ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ചോദിക്കുക, വെറുതെ വരണ്ട കേട്ടോ. ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് വന്ന് കിടക്കുന്നുണ്ട്, റിപ്പോർട്ട് എടുക്കാനുണ്ട്. സോ ഉഷാറ് പഠിക്കുക ആൻഡ് മക്കൾസ് ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.